ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മളിന്ന് ഒരു സ്ഥലം വരെ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്നും നമ്മുടെ ചെറുക്കിന് ട്രിപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇന്നത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനേഷൻ വന്നിട്ട് കൊട്ടിയൂരാണ്. ഓക്കെ, ഇന്നും ഒരു ഡെവോഷണൽ ട്രിപ്പാണ്. കഴിഞ്ഞ ദിവസം ഒരു ഡെവോഷണൽ ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് 2-3 ദിവസത്തെ ട്രിപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ചെറുക്കൻ ഇന്നലെ വൈകിട്ട് വന്നതേ ഉള്ളൂ. വന്നപ്പോൾ തന്നെ നമ്മൾ വണ്ടിയും കാര്യങ്ങളെല്ലാം കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ ചെറുക്കനിപ്പോൾ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ചെറുക്കൻ ഓട്ടം എടുക്കാനായിട്ട് പോകും കേട്ടോ. ഓക്കെ, അപ്പം വണ്ടിയും കാര്യങ്ങളെല്ലാം പോയിട്ട് നമ്മളിവിടുന്ന് നമ്മുടെ കാറിന് നമ്മൾ പോകും. ഇന്നും നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ നമ്മുടെ ഒരു ഫ്രണ്ടും ഉണ്ട്. ഓക്കെ, ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പോകുന്നത്. ഇപ്പോൾ കഴിച്ചത് അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഓക്കെ, അവൻ വണ്ടിയായിട്ട് വന്നു. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി പോവുകയാണ്. നമ്മുടെ ചെറുക്കനാണെങ്കിൽ ട്രിപ്പും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പം നമ്മളിനിയിപ്പോൾ നേരെ ഷോറൂമിലോട്ട് പോവുകയാണ്. അവിടെ ചെല്ലുക, വണ്ടിയും കാര്യങ്ങളെല്ലാം ബുക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ വണ്ടി എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ബസ് എടുക്കാൻ പോകുന്ന ടൈമിൽ നമുക്ക് ചെറിയൊരു ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി നഷ്ടപ്പെട്ടായിരുന്നു. നമ്മൾ കുറേ നോക്കിയായിരുന്നു ആ വണ്ടി റീസ്റ്റോർ ചെയ്ത് എങ്ങനെയൊക്കെ എടുക്കാൻ. അപ്പം അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിൽ നിൽക്കത്തില്ല. കാരണം വണ്ടി അതുപോലെ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻജിൻ മൊത്തത്തിൽ എല്ലായിടത്തും പണിയുണ്ടായിരുന്നു. സോ നമ്മൾ തീരുമാനിച്ചു അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും പൈസ ഉള്ളപ്പോൾ നമുക്കൊരു ഫോർച്യൂണർ എടുക്കാമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഫൈനലി കുറച്ച് ഫണ്ടും കാര്യങ്ങളെല്ലാം സെറ്റ് ആയപ്പോഴത്തേക്ക് അവൻ വിളിച്ചു. അങ്ങനെ നമ്മൾ നേരെ ഫോർച്യൂണറും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ബുക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, പിന്നെ ഇപ്പം ബുക്ക് ചെയ്യുമ്പോൾ അറിയാം എന്ന് വണ്ടി വരും എന്നുള്ള കാര്യങ്ങളും സംഭവങ്ങളെല്ലാം. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വണ്ടി ഇങ്ങോട്ട് എടുക്കാൻ പോവാണ്. ഓക്കെ, ബസ്സാണോ കാറാണോ ട്രാവലറാണോ എന്നാന്നൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. നമ്മൾ തന്നെയാണ് ഗ്രാഫിക്സും കാര്യങ്ങളെല്ലാം പോകണമെങ്കിൽ സ്റ്റിക്കർ ഇടയിലും കൂടെ കയറണം കേട്ടോ. നമ്മൾ ഷെൽബിക്ക് സ്റ്റിക്കർ അടിച്ച സ്ഥലത്തൊന്ന് കയറണം. ഗ്രാഫിക്സും കാര്യങ്ങളെല്ലാം കുറച്ച് സംഭവം സെറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികൾ, കോട്ടേഷനും കാര്യങ്ങളെല്ലാം വെക്കണം. അപ്പം അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം നമ്മൾ എന്നാ വണ്ടി എടുക്കണേ, വണ്ടി നോക്കാൻ പോണ കാര്യങ്ങളെല്ലാം. ഓക്കെ, അപ്പോൾ കഴിച്ചത് നമ്മളങ്ങനെ ഫൈനലി നമ്മുടെ ഗ്രാഫിക്സ് അടിക്കുന്ന കടയിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വണ്ടിയും കാര്യങ്ങളെല്ലാം ഒന്ന് ഒതുക്കിയിട്ടിട്ട് പുറത്തിറങ്ങിപ്പോയി പുള്ളിയോട് സംസാരിക്കണം. നമ്മുടെ വണ്ടിയും കാര്യങ്ങളെല്ലാം അനുസരിച്ചുള്ള ഗ്രാഫിക്സും കാര്യങ്ങളെല്ലാം വരച്ച് സെറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അതായത് നമ്മൾ വണ്ടിയും കാര്യങ്ങളെല്ലാം പുറത്തിട്ട് ഇറങ്ങി എപ്പോഴത്തേക്ക് അത്യാവശ്യം ചെറിയ മഴക്കാറും കാര്യങ്ങളെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ചെറിയ രീതിക്ക് ചാറ്റലുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പോയി സംസാരിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ കഴിച്ചത് ഒരു അരമണിക്കൂറത്തെ പരിപാടിയൊക്കെ, ഇവിടുത്തെ അരമണിക്കൂറത്തെ പരിപാടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ പതുക്കെ ഇവിടുന്ന് പോരുവാണ്. അപ്പം അത്യാവശ്യം മഴയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനിയിപ്പം നമുക്ക് നേരെ നമ്മുടെ വണ്ടിയുടെ ഷോറൂമിൽ പോകണം. വണ്ടിയും കാര്യങ്ങളെല്ലാം ബുക്ക് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ പോകും. അപ്പം ഇനിയിപ്പോൾ നേരെ ഷോറൂമിലോട്ടുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. കുറച്ചായി നമ്മളൊരു വണ്ടി നോക്കുന്നു. അപ്പോൾ ഇപ്പം നമുക്ക് കുറച്ച് ഫണ്ടും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ലോണിൽ വണ്ടിയും കാര്യങ്ങളെല്ലാം എടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മളൊരു വണ്ടി എടുക്കാൻ തീരുമാനിക്കാൻ കൂടെ കാരണം വേറെ ഒന്നുമല്ല, നമുക്കിപ്പോൾ അത്യാവശ്യം ഓട്ടവും കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഷെൽബിക്കാണേലും കഴിഞ്ഞ ദിവസം ട്രിപ്പും കാര്യങ്ങളെല്ലാം വന്നു. ഇപ്പോൾ അടുത്ത് പോകുന്നു. ഇനിയിപ്പം നാളെ വന്നിട്ട് നാളെ കഴിഞ്ഞ് ഒരു ഓട്ടം ഉണ്ടെന്ന്, ജസ്റ്റ് ഒരു ദിവസം 2 ദിവസത്തെ റെസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അടുത്ത ട്രിപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പം നമുക്കൊരു വണ്ടിയും കൂടെ എടുത്തേക്കാന്ന് ഓർത്തത് വേറെ ഒന്നും കൊണ്ടല്ല. നമ്മളിപ്പോൾ വരുന്ന ഓട്ടങ്ങളെല്ലാം കുറേയൊക്കെ ക്യാൻസലായി പോവാണ്. നമുക്ക് വണ്ടിയും കാര്യങ്ങളില്ലാത്തത്. നമ്മൾ ചിലപ്പോൾ വാടകയ്ക്ക് വേറെ വണ്ടി എടുത്തിട്ടായിരിക്കും ഓടുന്നത്. സോ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ച് ഫണ്ടും കൂടി ഇട്ടിട്ട് ഫോർച്യൂണർ എടുക്കുന്ന കൊടുത്ത് നമുക്കൊരു വണ്ടിയും കൂടി എടുത്തേക്കാമെന്ന്. ഓക്കെ, അപ്പോൾ രണ്ടും ഒരുമിച്ച് ഇറക്കുകയും ചെയ്യാമല്ലോ എന്ന് ഓർത്തു. അങ്ങനെ നമ്മൾ വണ്ടിയും കാര്യങ്ങളെല്ലാം നോക്കാൻ നാളെ പോകണം. ഓക്കെ, ഇനിയിപ്പം നമ്മൾ നേരെ ഫോർച്യൂണറും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അവിടെ നേരെ തിരിച്ച് വീട്ടിൽ പോകത്തേ ഉള്ളൂ. നമ്മൾ വണ്ടിയും കാര്യങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്ഥിരം എടുക്കുന്ന നമ്മുടെ ഷെൽബി എടുത്ത സ്ഥലത്തു നിന്ന് തന്നെയാണ്. ഓക്കെ, ഇപ്രാവശ്യം വണ്ടിയും കാര്യങ്ങളെല്ലാം നോക്കുന്നത്. നമ്മൾ ആശാനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആശാൻ പറഞ്ഞ് ഇപ്പോൾ ഒരു വണ്ടിയും കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്, നോക്കിയിട്ട് നീ എടുത്തോളാൻ പറഞ്ഞു. അതനുസരിച്ച് അങ്ങനെ നമ്മൾ ഫൈനലി ടൊയോട്ടയുടെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വണ്ടി അകത്ത് കയറ്റിയിടണം, എന്നിട്ട് കൊണ്ട് കാണിക്കണം. അപ്പം ഞാൻ പറഞ്ഞു വന്നു കഴിഞ്ഞു. ആശാനെ വിളിച്ചപ്പോൾ ആശാൻ പറഞ്ഞ് പോരാൻ പറഞ്ഞു. അപ്പം നമുക്ക് നാളെ പോകണം കേട്ടോ. ഇന്നിപ്പോൾ വേറെ കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മളിങ്ങനെ വണ്ടിയും കാര്യങ്ങളെല്ലാം ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ കഴിച്ചത് നമ്മളിവിടെ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് മഴയും കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അകത്ത് പോയി വണ്ടിയും കാര്യങ്ങളെല്ലാം സംസാരിക്കണം. അവൻ അകത്തോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനും പുറകെ പോവും. ഞാൻ ജസ്റ്റ് പുറത്തുനിന്ന് ഒരു വീഡിയോ എടുത്തിട്ട് പോകാമെന്ന് ഓർത്തു. അങ്ങനെ നമ്മുടെ വണ്ടിയും കാര്യങ്ങളെല്ലാം ഇവിടെ ഇട്ടിട്ട് നമ്മളിനി അകത്തോട്ട് പോകണം. ഓക്കെ, അപ്പോൾ കഴിച്ചത് അങ്ങനെ നമ്മൾ ഇവിടുത്തെ ബുക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമ്മൾ വണ്ടിയായിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം വണ്ടി വരുന്നത് എന്നാന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ചത്തേക്ക് നമ്മുടെ വണ്ടിയും കാര്യങ്ങളെല്ലാം കിട്ടത്തുള്ളൂ. സോ അതനുസരിച്ച് നമ്മുടെ
നമ്മുടെ പുത്തൻ വണ്ടിയും കൂടി ഇറക്കുന്നുള്ളൂ. ഒരുമിച്ച് ഇറക്കാനായിട്ടുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.